ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. എന്നാൽ എഫ്രയീമ്യർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്തു സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിനവൻ, നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാല പെറുക്കിയല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന പ്രഭുക്കളായ ഓരാബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അനന്തരം ഗിദെയോൻ യോർദാങ്കലെത്തി അവനും കൂടെയുള്ള 300 പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു. അവൻ സുക്കോത്തിലെ നിവാസികളോട്, എന്റെ കൂടെയുള്ള പടജനത്തിന് അപ്പം കൊടുക്കണമേ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന രാജാക്കന്മാരായ സേബഹിനെയും സൽമുനെയും പിന്തുടരുകയായിരുന്നു എന്ന് പറഞ്ഞു. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു. അതിന് ഗിദെയോൻ, ആകട്ടെ, യഹോവ സേബഹിനെയും സൽമുന്നെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാര കൊണ്ടും തല്ലിക്കീറും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു. സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു. അവൻ പെനുവേൽ നിവാസികളോട്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു. എന്നാൽ സേബുഹും സൽമുന്നയും അവരോട് കൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 10,000 പേരായ അവരുടെ സൈന്യവും കൽക്കോരിൽ ആയിരുന്നു. വാളൂരി പിടിച്ചവരായ 120,000 പേർ വീണുപോയിരുന്നു. ഗിദെയോൻ നോബഹിനും യൊഖയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു. സേബുഹും സൽമുന്നയും ഓടിപ്പോയി. അവൻ അവരെ പിന്തുടർന്നു. സേബുഹ് സൽമുന്ന എന്ന 2 മിദ്യാന രാജാക്കന്മാരെയും പിടിച്ച് സൈന്യത്തെയൊക്കെയും പേടിപ്പിച്ചു ചിതറിച്ചു കളഞ്ഞു. അനന്തരം യോവാശിന്റെ മകനായ ഗിദെയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികൾ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായി 77 ആളുടെ പേർ അവന് എഴുതി കൊടുത്തു. അവൻ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്ന്, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ചു പറഞ്ഞ സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോസ് നിവാസികളെ ബുദ്ധി പഠിപ്പിച്ചു. അവൻ പെനുവേലിലെ ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സേബുഹിനോടും സൽമുന്നയോടും, നിങ്ങൾ താബോരിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചോദിച്ചു. അവർ നിന്നെപ്പോലെ ഓരോരുത്തൻ രാജകുമാരന് തുല്യനായിരുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അതിനവൻ, അവർ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അമ്മയുടെ മക്കൾ തന്നെയായിരുന്നു. അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നുവെങ്കിൽ യഹോവയാണ്, ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തൻ്റെ ആദിജാതനായ ഏഥരിനോട്, എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാൾ ഊരാൻ നിന്നു. അപ്പോൾ സേബഹും സൽമുന്നയും, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വിട്ടുക, ആളെപ്പോലെയല്ലോ അവൻ്റെ ബലം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിദെയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുന്നയും കൊന്നു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു. അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകിയില്ല, എൻ്റെ മകനുമാകിയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ ഇശ്മേല്യർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്നവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തന് കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം 1700 ഷേക്കൽ ആയിരുന്നു. ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിദ്യാനി രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിൻ്റെ അടുക്കൽ ചെന്നും അത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി.
ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. യോവാശിന്റെ മകനായ യെരുബ്ബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരുണ്ടായിരുന്നു. ഷേഖേമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവനൊരു മകനെ പ്രസവിച്ചു. അവൻ അബീമേലെക്ക് എന്നവൻ പേരിട്ടു. യോവാശിന്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേസ്രിയർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽ ബെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിൽ ചെയ്ത എല്ലാ നന്മകൾക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല. സദൃശ്യവാക്യങ്ങൾ 31. ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ. അവന്റെ അമ്മ അവൻ ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട്. മകനെ എന്ത്? ഞാൻ പ്രസവിച്ച മകനെ എന്ത്? എൻ്റെ നേർച്ചകളുടെ മകനെ എന്ത്? സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്. ലെമുവേലെ, രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്. മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളയുവാനും ഇടവരരുത്. നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്ക. അവൻ കുടിച്ചിട്ട് തൻ്റെ ദാരിദ്ര്യം മറക്കുകയും തൻ്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഊമിനു വേണ്ടി നിന്റെ വായ് തുറക്ക, ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ. നിന്റെ വായ് തുറന്ന് നീതിയോടെ ന്യായം വിധിക്ക. എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്ക. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്കു കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല, നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈക്കൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു, ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനീട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. അവൾ വിടുത്തലയ്ക്ക് കൈ നീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തൻ്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. തൻ്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളിയുണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു, ക്ഷണപടവും ധൂമ്രവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരോടുകൂടി ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ക്ഷണവസ്ത്രമുണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തോടെ വായു തുറക്കുന്നു, ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ. അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരെയും മനസാക്ഷി ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുവേശുവിൻ്റെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം.